ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളിതേ മണാലി ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഡൽഹിയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വ്ളോഗാണ് ഗൈസ്. അതെ, ഒരു വീട് കാലിയാക്കൽ വ്ളോഗ്. ഇന്നലെ മോർണിംഗ് ആണ് കേട്ടോ നമ്മൾ തിരിച്ചെത്തിയത്. പക്ഷെ ഇന്നലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ടയർഡായിരുന്നു. ക്ഷീണം കൊണ്ട് മാത്രമല്ല, അറിയാമല്ലോ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുള്ള അവസ്ഥ എന്താണ്. വീടൊക്കെ ആകെ കൊളായി കിടക്കായിരുന്നു. പിന്നെ ക്ലീനിങ് ഒക്കെ ആയിട്ട് ആകെ ബിസി ആയിരുന്നു. പിന്നെ ഇന്നിപ്പോൾ രാവിലെയുടെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെയും പാക്കിങ്ങോ, അടുത്ത ട്രിപ്പ് പോകുകയാണോ എന്ന്. പക്ഷേ ട്രിപ്പ് ഒന്നും അല്ല ഗൈസ്, നമ്മൾ ഡൽഹിയിലെ വീട് ഒഴിയുവാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇന്ന് വീട് കാലിയാക്കൽ വ്ളോഗായിരിക്കുമെന്ന്. നമ്മൾ വീടൊക്കെ കാലിയാക്കി എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നീണ്ട 8 വർഷത്തെ സേവനത്തിന് ശേഷം ഏട്ടന് ഡൽഹിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ് ഗൈസ്. എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ എന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അതൊരു കുട്ടി സർപ്രൈസ് ആണ് കേട്ടോ. തുടങ്ങിയപ്പോഴേ ബബായാണോ പറയുന്നത്? ഹായ് പറയാൻ പറഞ്ഞത്. ഇവര് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അതിന്റെ ലിസ്റ്റ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വീടൊക്കെ മാറുന്ന സമയത്ത് ഇതുപോലെ വീട്ടിലുള്ള സാധനങ്ങൾ സേഫ് ആയിട്ട് പാക്ക് ചെയ്യാനും അത് മറ്റൊരു സ്ഥലത്തേക്ക് കയറ്റി അയക്കാനും ഒക്കെ ഇതുപോലത്തെ സർവീസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളാണ് ഇത് പാക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ പണിയുണ്ട്. പക്ഷെ ഇവര് രാവിലെ ഒരു 9-9:30 ഒക്കെ ആയപ്പോൾ വന്നതാ. ഇപ്പൊ ഒരു 11 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും അവർ ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. എഴുതിയിട്ട് തരും, ശല്യപ്പെടുത്താതെ. അച്ഛൻ അത് ഫില്ല് ചെയ്തിട്ട് തരും. അവർ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് എടുത്തു വെച്ച് തുടങ്ങിയിട്ട് നല്ല സ്പീഡിലാണ് എല്ലാം ചെയ്യുന്നത്. എന്തായാലും ഈ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തിരിച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവരുടെ പാക്കിങ്ങിന്റെ ഒരു ഗുണം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ അപ്പോൾ ഒരു റിവ്യൂ പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ വീട് ഫുള്ള് കാലിയായി ഗൈസ്. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കും ഈ വീട് ചെറുതായിട്ട് മിസ് ചെയ്യും കേട്ടോ. കാരണം ഞാൻ അറൗണ്ട് ഒരു 1 year ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ മോൾ ഏകദേശം ഒരു 2-3 തവണ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ ഒരു 1 year ഇവിടെ നിന്ന സമയം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഫേവറേറ്റ് ഉള്ളൊരു സമയമാണ് കേട്ടോ. ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു സമയമാണത്. മാത്രമല്ല, ഞാൻ വാമിക്കുട്ടിയെ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതും ഈ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. മാത്രമല്ല, ആ 1 year എന്ന് പറയുന്നത് ഞാൻ ഒരു പണിയില്ലാതെ വെറുതെ ഇരുന്നൊരു കാലയളവും കൂടായിരുന്നു. പഠിത്തവും കഴിഞ്ഞ് ഉണ്ടായിരുന്ന ജോലിയും റിസൈൻ ചെയ്തിട്ട് വെറുതെ അങ്ങോട്ട് ഇരിക്കുക. PSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ എന്റെ ലക്ഷ്യമെങ്കിലും കുത്തിയിരുന്ന ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ വിളിക്കലായിരുന്നു എന്റെ മെയിൻ പരിപാടി. അച്ഛന്റെ സൈക്കിളിൽ കൊണ്ടുപോകുന്നതാ. വാമിയുടെ സൈക്കിൾ വീട്ടിലുണ്ടല്ലോ. ഗൈസ്, അങ്ങനെ സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്തു, ബാക്കിയുള്ളതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ലഞ്ചും കഴിച്ചു. ഇനി നമ്മൾ ഈ വീടിനോട് ബൈ പറയാൻ പോവാണ്. മാമി, അടുത്ത എങ്ങോട്ടാ? പുതിയ വീട്ടിലോ? ഓ ശരി. മാമി, ഈ വീടിന് ടാറ്റ കൊടുക്കുന്നില്ലേ? ഇനി നമ്മൾ ഈ വീട്ടിൽ വരുമോ? ഇനി നമ്മൾ ഈ വീട്ടിൽ വരില്ല. നമ്മൾ ഈ വീട്ടിൽ പോവാണ്. ഇനി നമ്മൾ ഈ വീട്ടിൽ നിന്ന് വേറെ വീട്ടിൽ പോവാ. ഈ വീട്ടിലൊക്കെ വരില്ല കേട്ടോ. അത് വേറെ വീട്. ഈ വീട് നല്ല ടാറ്റ കൊടുത്തേ. ഫൈനലി നമ്മളിതാ ഡൽഹിയിലെ വീടിനോട് വലിയ ബായി ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇതാ വണ്ടിയും വന്നു. ശരിക്കും ഏട്ടനായിരിക്കും കേട്ടോ ഇവിടെ കുറേ മിസ് ചെയ്യലാണെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടുന്ന് മാറി കുറച്ചും കൂടെ കേരളത്തിന്റെ അടുത്തേക്ക് വരാൻ ട്രൈ ചെയ്തത് ഏട്ടൻ തന്നെയാണ്. പക്ഷേ ഈ ഒരു 8 വർഷം എന്ന് പറയുന്നത് തീരെ ചെറിയൊരു കാലയളവൊന്നും അല്ലല്ലോ. ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളും ഏട്ടന് നല്ല പരിചയമാണ്. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ വീട്ടിലേക്കുള്ള വഴി പഠിക്കാൻ തന്നെ എനിക്ക് മാസങ്ങളോളം എടുത്തെന്നുള്ളതാണ് സത്യം. കാരണം വേറൊന്നുമല്ല, ഒരേപോലെ തന്നെയുള്ള ബിൽഡിങ്ങും കുറേ വഴികളും ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഏട്ടൻ ഇവിടെ നല്ല കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താ പറയാ, ഇവിടെ ആദ്യം വന്നപ്പോൾ ഏട്ടൻ എത്രമാത്രം സഫർ ചെയ്തിട്ടുണ്ടാകും ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. എന്തായാലും കുറേ അധികം നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് നമ്മളിവിടുന്ന് ബൈ പറയാണ്. ഇന്ന് നൈറ്റ് നമ്മൾ ഡൽഹിയിൽ ഒരു ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ സ്റ്റേ. നാളെ മോർണിംഗ് ആണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും ഏട്ടൻ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ എന്നുള്ള സർപ്രൈസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ ബൈ.